ഞാൻ ചോദിച്ചു, ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ പാഠപുസ്തകങ്ങളിൽ ഹിന്ദു മിത്തുകളെന്ന് താങ്കൾ കണ്ടില്ലായിരുന്നോ? സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റോടുകൂടി പ്രവർത്തിക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിഡ്ഢിത്തം, പമ്പര വിഡ്ഢിത്തം, പടുവിഡ്ഢിത്തം. എന്തേ താങ്കൾ വലിയ നിരീക്ഷകനും എന്താണ് പറയുന്നത് ഭൗതികവാദിയും പുരോഗമന ചിന്താഗതിക്കാരനുമാണല്ലോ, താങ്കളുടെ വായി നാക്കില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചപ്പോ താങ്കൾ എവിടെ പോയി? എന്റെ ചോദ്യം, എൻ ഷംസീർ എന്ന വ്യക്തി പറഞ്ഞ ഈ പ്രതികരണത്തോട്, ഈ പ്രസ്താവനയോട് രാജിയടക്കം ആവശ്യപ്പെട്ടതുകൊണ്ട് രൂക്ഷമായ പ്രതികരണവുമായി സംഘപരിവാർ സംഘടനകളും BJP രംഗത്ത് വന്നതിന്റെ പിന്നിൽ എൻ ഷംസീർ വഹിക്കുന്ന പദവിയാണോ, എൻ ഷംസീറിന്റെ മതമാണോ പ്രധാനപ്പെട്ട പ്രശ്നം? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? പക്ഷെ നമ്മുടെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രീയ അവബോധവും ശാസ്ത്രചിന്തയും ഒരു വിഭാഗത്തിന് മാത്രം അങ്ങ് തീരെഴുതി കൊടുക്കുന്നത്? ഇവർക്കപ്പോൾ ഇസ്ലാം സമൂഹത്തോടോ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തോടോ യാതൊരു വിധമായ മമതയും ഇല്ലേ? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് മാത്രം ശാസ്ത്രീയ ബോധമുണ്ടായി അവർ മാത്രം മെച്ചപ്പെട്ട ജീവിതം നയിച്ചാൽ മതി എന്നാണോ CPM നേതാക്കന്മാരുടെ നിലപാട്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രീയ ബോധം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണമെന്ന് തോന്നാതിരുന്നത്? അവര് ഈ 14-ാം നൂറ്റാണ്ടിന്റെ പ്രത്യയശാസ്ത്രമായിട്ടോ അല്ലെങ്കിൽ 2000 വർഷം പഴക്കമുള്ള പ്രത്യയശാസ്ത്രവുമായി ജീവിച്ചാൽ മതി എന്നാണോ ഇവരൊക്കെ കരുതുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗണപതിയും അള്ളാഹുവും ക്രിസ്തുവും മിത്താണ് എന്ന് പറയാനുള്ള തന്റെ ഇടവും നട്ടലും എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത്? നന്നായിട്ടുണ്ട്. ഇവിടെയാണ് ഈ രാഷ്ട്രീയത്തെയാണ്, ഈ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഗണപതി മിത്താണെന്നുള്ളതായിരുന്നോ ഷംസീറിന്റെ വാദം? എന്തോ ഗണപതി മിത്താണെന്നുള്ളതായിരുന്നോ ഷംസീറിന്റെ വാദം? പിന്നെന്തായിരുന്നു ഗണപതി ഷംസീറിന്റെ വാദം എന്തായിരുന്നു? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഷംസീർ ആ സ്കൂളിൽ പറഞ്ഞ സ്പീച്ചിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, ഒരു പ്രത്യേക വാചകങ്ങളിൽ, അതായത് 3 വാചകങ്ങളിൽ ഷംസീർ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്: പ്രധാനമന്ത്രി തന്നെ ശാസ്ത്രബോധമുള്ളവരുടെ ഫോറങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇത്തരം മിത്തുകളെ ശാസ്ത്രസത്യമായി അവതരിപ്പിക്കുന്ന കാലമാണ് ഇന്നുള്ളത്. അതായത് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതിനെ ഭരണത്തിലിരിക്കുന്നവർ ശാസ്ത്രസത്യമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്ന് ഒരു പൊതുപ്രവർത്തകന് അല്ലെങ്കിൽ ഒരു ഭരണകർത്താവിന്, ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ല, ഷംസീറിന് എല്ലാ അവകാശങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അവകാശമുണ്ട്. അതിനെ ഖണ്ഡിക്കുമ്പോൾ അവിടെയാണല്ലോ സാർ ഇതിനകത്ത് വർഗീയത കിടക്കുന്നത്. ശരി, നിങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞ ആശയത്തോട് നിങ്ങൾക്ക് എതിർപ്പാണ്, ആയിക്കൊള്ളട്ടെ. പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് ശാസ്ത്രീയത ഷംസീറിന് മനസ്സിലാകില്ലായിരിക്കും, പക്ഷെ മനസ്സിലാകുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാരുടെ ഉണ്ട്. നമുക്ക് ആ ഡിബേറ്റിലേക്ക് പിന്നീട് പോകാം. നിങ്ങൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞതിനെയാണ് എതിർക്കേണ്ടതെങ്കിൽ എന്തുകൊണ്ടാ നിങ്ങൾ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് എതിർക്കാതിരുന്നത്? ഇപ്പൊ ഗണപതി മിത്തായാലും മിത്തായില്ലെങ്കിലും ഈ സമൂഹത്തിന് എന്താ കുഴപ്പം, എന്താ നഷ്ടമുണ്ടാകാൻ പോകുന്നത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഗണപതി മിത്തായതുകൊണ്ട് സ്വതവേ കടത്തിലായ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഏതെങ്കിലും പണം ചെലവാകുന്നുണ്ടോ? പക്ഷെ ഞാൻ പറഞ്ഞു തരാം, സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചെലവഴിക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്ന അന്ധവിശ്വാസത്തെ പറ്റി എന്തുകൊണ്ടാണ് തുറന്നെതിർക്കാൻ തന്റെ ഇടമില്ലാതെ പോയത്? എന്തിനുള്ള പുറപ്പാടാണ്ടോ? അത് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നത്, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി അന്ധവിശ്വാസം പഠിപ്പിക്കുക. ഇവിടെ ഗണപതി മിത്താണോ മിത്തല്ലയോ എന്നുള്ളത് അതിനെ ആരാധിക്കുന്ന ഏതാനും ചിലരുടെ മാത്രം വിഷയമാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. ഷംസീറിനെ പോലെയുള്ള അത്താഴ പ്രശ്നക്കാരായ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ വയറ്റിപ്പിഴപ്പ് രാഷ്ട്രീയക്കാരൻ ഗണപതിയെ ആക്ഷേപിച്ചാലൊന്നും ഹിന്ദു ധർമ്മത്തിനോ ഈ നാടിനോ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കക്ഷത്തിൽ നിന്ന് ഒരു രോമം പോയ വില പോലും ഞങ്ങൾക്കൂടെ അല്ലെങ്കിൽ ഈ സമാജത്തിന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സത്യം ഈ ഷംസീർ ഒരു ഗണപതി അധിക്ഷേപം നടത്തി എന്നുള്ളത് താങ്കൾ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, ഗണപതി അധിക്ഷേപമല്ല. എന്തുകൊണ്ടാണ് ഗണപതിയെ ഉദാഹരിക്കാൻ തോന്നിയത്? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഗണപതി മിത്താകുന്നത് പോലെ തന്നെ പ്രധാനമന്ത്രി 2014 മുംബൈയിലെ റിലയൻസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞ കാര്യങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടല്ലേ ആ സംസാരം ഉണ്ടായത്. അതെ, ഞാൻ ചോദിക്കുന്നത് PG, അതിനെ നിങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ സമാധാനം അല്ലെങ്കിൽ ശാന്തി, മതേതരത്വം നിലനിൽക്കണമെന്നാണ് ആഗ്രഹമുള്ളവർ മൂന്നിനെ ഒരുപോലെ എതിർത്ത് സംസാരിക്കണ്ടേ? മറുപടി പറയടാ. ഞാനതാ ചോദിച്ചത്. ഈ ഷംസീർ സ്പീക്കറായിരിക്കുന്ന, ഷംസീറിന്റെ പാർട്ടി നയിക്കുന്ന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മദ്രസയിലെ പാഠപുസ്തകത്തിൽ വന്നില്ലേ മഴ നൽകുന്നത് അള്ളാഹുവാണ് അല്ലാതെ പ്രകൃതി ശക്തികളല്ല എന്ന് പറയുന്നു.
ഇങ്ങോട്ട് വന്നേ നീ. അതിനകത്ത് എത്ര ശാസ്ത്ര അവബോധമാണ് ഉള്ളത്? അത്രയും മണ്ടത്തരങ്ങൾ ഏതെങ്കിലും സർക്കാർ ചെലവിൽ ഗണപതിയെ പറ്റി ഇവിടെ കേന്ദ്ര സർക്കാരോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകളോ പഠിപ്പിക്കുന്നുണ്ടോ? അല്ല, അതിനെ വിമർശിക്കാൻ ഇപ്പോൾ സന്ദീപിനുള്ളതുപോലെ ഏത് വ്യക്തിക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വിമർശിക്കാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇത്തരം ശാസ്ത്ര സത്യങ്ങളുടെ മുകളിൽ മിത്തുകൾ ചേർക്കുന്നു എന്ന് പറയാൻ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അതാ ഞാൻ പറഞ്ഞത്, ആ ഷംസീറുള്ള സ്വാതന്ത്ര്യം അവിടെ ഇരിക്കുന്നുണ്ടെന്നേ, അവിടെ ഇരുന്നോളട്ടെ. അതുകൊണ്ട് ഷംസീർ ഒരു വിഭാഗത്തെ മാത്രമായി തെരഞ്ഞെടുത്ത് ഇകഴ്ത്തുന്നു, അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കേസ് അല്ലേ? തീർച്ചയായും. അല്ല, അതൊരു കേസായിട്ട് PGക്ക് തോന്നുന്നില്ലേ? CPIM-ന്റെ ഹിന്ദു വിരോധം തന്നെയാണ് കാതലായ പ്രശ്നം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല PG. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, സരസ്വതി ദേവിയെ നഗ്നയായി ഒരാൾ വരിച്ചു, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തി എവിടെയോ കിടക്കുന്ന ആളെ കേരളത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ ഞാനും PGയും അടക്കമുള്ള വിശ്വാസികളും അവിശ്വാസികളും അല്ലാത്തവരും മുടക്കുന്ന പണമെടുത്ത് ടാക്സ് നികുതി എടുത്ത് അയാൾക്ക് അവാർഡ് കൊടുത്തില്ലേ? അത് നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുത്തും? എന്തുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഞാൻ അടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ആരും ഫണാറ്റിക്കുകളല്ല, ഞങ്ങൾ ആരും മതഭ്രാന്തന്മാരല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു അത്താഴ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയക്കാരൻ ഗണപതിയെ എതിർത്താൽ, ഗണപതിയെ ഇകഴ്ത്തിയാൽ കക്ഷത്തിൽ നിന്നൊരു രോമം പോയ വില പോലും ഞങ്ങൾ ആരും കൽപ്പിക്കാറില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ? മതേതരമായി ചിന്തിക്കുന്ന ഒരു സമാജത്തെ കൂടി വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭരണാധികാരികൾ ഉള്ള ഗതികെട്ട കാലമാണിത്. ഭരണാധികാരി എന്ന നിലയിൽ ഷംസീർ ചെയ്യേണ്ട കാര്യം അതാ ഞാൻ പറഞ്ഞത്. ഈ വിവാദം ഉണ്ടായി, ശരി ആയിക്കൊള്ളട്ടെ, വിവാദം ഉണ്ടാക്കുന്നവർക്ക് അജണ്ട ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒറ്റ വരി പത്രക്കുറിപ്പിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഗണപതിയോട് മാത്രമല്ല എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നിലപാട് ഇതാണ്. അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ വളരെ മനോഹരമായ ചില കാര്യങ്ങളൊക്കെ പറയും, മധുരം പുരട്ടി വിഷം പറയുന്ന പോലെ ആയിപ്പോയെന്ന് ഖേദത്തോടെ പറയട്ടെ. വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. ചോദിക്കട്ടെ ശ്രീ PG സുരേഷ് കുമാർ, ഈ രാജ്യത്തെ എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷ നാമധാരിക്ക് നേരെ ആരെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധന ഒരു അക്രമം നടത്തിയാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും KPCC-യുടെ രാഷ്ട്രീയകാര്യ സമിതിയും ഒക്കെ പ്രസ്താവനയുമായി രംഗത്ത് വരുമല്ലോ. ഇടയ്ക്ക് കയറരുത്. PG എല്ലാവരെയും സംസാരിക്കാൻ വിട്ടുകൊടുക്കുകയും എന്നെ സംസാരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നല്ല രീതിയല്ല. നിങ്ങൾ 3 പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ, എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ 3 പേരെന്നാക്കണ്ട. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നൂബർ ശർമ്മയുടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരു ചാനൽ ഫ്ലോറിൽ ഇരുന്ന നൂബർ ശർമ്മ എന്ന് പറയുന്ന BJP വക്താവ് ശിവനെ ഒരു സഹപാനലിസ്റ്റ് അധിക്ഷേപിച്ചപ്പോൾ തിരിച്ച് ഞാൻ മുഹമ്മദ് നബി അധിക്ഷേപിച്ചാൽ എന്താകുമെന്നൊരു ചോദ്യം മാത്രമേ അവർ ഉന്നയിച്ചുള്ളൂ. അവർ ചോദിച്ചില്ല എന്തായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ പുകില്. BJP അവരെ ഏതെങ്കിലും രീതിയിൽ ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നോ? ഞാൻ ചോദിച്ചു, ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ പാഠപുസ്തകങ്ങളിൽ ഹിന്ദു മിത്തുകളെന്ന് താങ്കൾ കണ്ടില്ലായിരുന്നോ? സംസ്ഥാന സർക്കാരിന്റെ ഗ്രാന്റോടുകൂടി പ്രവർത്തിക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിഡ്ഢിത്തരം, പമ്പര വിഡ്ഢിത്തം, പടുവിഡ്ഢിത്തം. എന്തേ താങ്കൾ വലിയ നിരീക്ഷകനും എന്താണ് പറയുന്നത് ഭൗതികവാദിയും പുരോഗമന ചിന്താഗതിക്കാരനുമാണല്ലോ, താങ്കളുടെ വായി നാക്കില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചപ്പോ താങ്കൾ എവിടെ പോയി? ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്നൊരു പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ അതൊന്ന് പറഞ്ഞത് ആദ്യം. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞോ ലോകത്തിൽ ഈ ആധുനികമായ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരാണെന്നുള്ള കണ്ടുപിടുത്തം മാറ്റിയിട്ട് ഭാരതത്തിലെ എല്ലാ പുസ്തകങ്ങളിലും പുഷ്പവിമാനമാണെന്ന് പറയണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞോ? ഉത്തരം പറ. ഇവിടെ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു സാർ. എന്റെ പൂർവികന്മാർ പുഷ്പ വിമാനം എന്ന് പറയുന്ന വൈമാനിക സങ്കല്പത്തെ പറ്റി ചിന്തിച്ചിരുന്നു. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു സാർ. നിങ്ങൾക്ക് അതിൽ അഭിമാനമില്ലായിരിക്കാം, എനിക്ക് അഭിമാനമുണ്ട്. ഈ രാജ്യത്ത്, ഈ ലോകത്തിലെ ഇതര വിഭാഗത്തിലെ നാട്ടിലെ ജനങ്ങൾ പച്ചമാംസം ചുട്ടു തിന്നണമെന്ന് പോലും അറിവില്ലാത്ത കാലത്ത് എന്റെ പൂർവികന്മാർ വേദം എഴുതിയവരാണ്. എന്റെ പൂർവികർ രാമായണവും ഇതിഹാസവും എഴുതിയവരാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. എത്ര കാലമായി പാശ്ചാത്യ ലോകത്തിന് ഈ ഇന്ന് സോക്കോൾഡ് സംസ്കാരം ഉണ്ടായിട്ട്? അതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സംസ്കാരം ഉണ്ടായിരുന്നു. എന്റെ പൂർവികന്മാർ ലോകത്തെ അറിവിന്റെ ഖനി എന്ന് പറയുന്ന വേദങ്ങൾ എഴുതിയവരാണ്, ഉപനിഷത്തുകൾ എഴുതിയവരാണ്. എന്റെ പൂർവികന്മാർക്ക് വിമാനം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരുന്നു. എന്റെ പൂർവികനായ ചരകന്റെ ശുശ്രുതന്റെ പ്രതിമയാണ് ഓസ്ട്രേലിയയിലെ സർജിക്കൽ സർവകലാശാലയുടെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ളത്.